ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, 1000 വർഷം അതല്ലെങ്കിൽ 2000 ഒക്കെ വർഷം മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞ് പള്ളികളിലും ആരാധനാലയങ്ങളിലും പോയി കുഴിച്ചു നോക്കുന്നത് നല്ലതിനല്ല എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. കുഴിച്ചു നോക്കുക എന്നത് ബോധപൂർവം നടത്തുന്ന പ്രവൃത്തിയാണ്. വൈകാരികമായ സാഹചര്യം ഉണ്ടാക്കുകയാണ് ഇത്തരം പ്രവൃത്തിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. സമ്പൽ സംഘർഷത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി ഇത് തുറന്നു പറഞ്ഞത്. ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും അവസാനം അവർ പരാജയപ്പെടുമെന്നും ഇപ്പോൾ അയോധ്യയിൽ നാം കണ്ടില്ലേ എന്നും പരാജയപ്പെട്ടു, പക്ഷേ അതിനിടയ്ക്ക് വെടിവെപ്പും മറ്റുമുണ്ടാകും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയ പൊല്ലാപ്പാണിതെന്ന് ഒക്കെയാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. കലാപം അഴിച്ചുവിടാനുള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നത്. വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കലാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ലോകം ശ്രദ്ധിക്കുന്നുണ്ട്, വളരെ മോശമാണിതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംഭാലിൽ നടന്നത് സർക്കാർ സ്പോൺസേർഡ് വെടിവെപ്പാണ് നടന്നത്. നിരവധി പേർ മരണപ്പെട്ടു. ഒരു പള്ളി കഴിഞ്ഞാൽ മറ്റൊരു പള്ളി എന്ന നിലയ്ക്കാണ് BJP നയം. ഉത്തരേന്ത്യ മുഴുവനും വർഗീയത വളർത്താൻ ശ്രമിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മണിപ്പൂരിലും സമാന അവസ്ഥയാണുള്ളത്. സംഭാലിലേക്ക് ലീഗിന്റെ MP-മാരെ കടത്തിവിട്ടില്ല. അതിൽ വലിയ പ്രതിഷേധമുണ്ട്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ ദുരിതം അനുഭവിക്കുകയാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണുള്ളത്. പ്രിയങ്ക ഗാന്ധി ഈ വേളയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഏറെ ആശ്വാസം നൽകുകയാണ്. ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള നീക്കം ബോധപൂർവമാണ്. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ അനിവാര്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇവിടെ ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്നത് എന്ന് അറിയുന്ന ആളുകൾക്കറിയാം. കാരണം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പുലിയാർ കാസിമി വന്നിരുന്ന് പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ ന്യൂനപക്ഷമല്ല എന്ന്. എന്നിട്ടും ഭൂരിപക്ഷമായിട്ട് പോലും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇവർ പറയുന്നുണ്ടല്ലോ, ഇത്രയും വർഷം മുമ്പത്തെ എന്തിനാണ് നിങ്ങൾ അതിന് പോകുന്നതെന്ന്. പക്ഷെ അത്രയും വർഷം മുമ്പുള്ള ആരാധനാലയങ്ങൾ തട്ടിയെടുക്കാൻ ഇവർ നോക്കുന്നത്. എത്ര വർഷമായി, 4 വർഷമായിട്ട് അടച്ചിട്ടിരിക്കുന്ന ഒരു മദ്രസയ്ക്കുള്ളിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. കാൺപൂരിലെ ജെജുമൗ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പോക്കർപൂരിലെ മദ്രസയ്ക്കുള്ളിലെ ഒരു ക്ലാസ് മുറിക്ക് സമീപമാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. കൊറോണ കാലം മദ്രസ അടച്ചിട്ടിരിക്കുകയായിരുന്നു. 80ഓളം കുട്ടികൾ ഈ മദ്രസയിൽ പഠിക്കുന്നുണ്ടായിരുന്നു അന്ന്. കോവിഡ് തുടങ്ങിയ സമയത്ത് തന്നെ കുട്ടികൾ വരാതായി. മദ്രസയുടെ പ്രവർത്തനവും നിലച്ചു. അടച്ചിട്ടിരുന്ന മദ്രസയുടെ പൂട്ട് തകർത്ത നിലയിൽ കണ്ട നാട്ടുകാരാണ് അടച്ചിട്ടിരുന്ന മദ്രസ മുറിയിൽ അസ്ഥികൂടം കിടക്കുന്നത് കണ്ടത്. തുടർന്ന് പോലീസിനെയും സ്ഥലം ഉടമ പർവേസിനെയും വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മദ്രസയ്ക്കടുത്ത് ഓടയുള്ളത് കൊണ്ട് തന്നെ ദുർഗന്ധം വമിക്കുമായിരുന്നു. അത് കാരണം മദ്രസയിൽ നിന്നുള്ള അഴുകിയ മൃതദേഹത്തിന്റെ ദുർഗന്ധം അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല 4 വർഷമായി അടഞ്ഞുകിടക്കുന്ന മദ്രസയിലെ ബ്ലാക്ക് ബോർഡിൽ 20/5/2023 എന്ന് എഴുതിയിരിക്കുന്നതും ദുരൂഹത ഉണർത്തുന്നുണ്ട്. ഏത് കുഞ്ഞിനാണ് ഈ അവസ്ഥ വന്നത് എന്ന് ആർക്കറിയാം. ഏതാണ്ട് 115 വർഷം പഴക്കമുള്ള സ്ഥാപനങ്ങൾ ഇവർക്ക് ഇവരുടേതാണ്, വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെടാൻ കുഴപ്പമില്ല. ഏതാണ്ട് 17,000-ഓളം കുട്ടികൾ പഠിക്കുന്ന 115 ഏക്കറിലധികം വരുന്ന ഒരു ഭൂമിയാണ് ഇപ്പോൾ വഖഫിൻ്റെതാണ് എന്ന അവകാശവാദവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം അത്രയും വർഷം പഴക്കമുള്ള പള്ളികൾ ഇത് പള്ളിയാണോ ക്ഷേത്രമാണോ എന്ന് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലും ഒരു ചർച്ചയ്ക്കോ ഒരു അന്വേഷണത്തിനോ വരരുത്. പക്ഷെ അവർക്ക് ഇതെല്ലാം പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇവര് നിയമസഭയിൽ പാസ്സാക്കിയത്, എല്ലാവരും ചേർന്ന് പാസ്സാക്കിയത്, ഈ വഖഫ് ആക്ട് ഭേദഗതി വരുത്താൻ പാടില്ല. ഇപ്പോൾ പാർലമെന്റിൽ ഭേദഗതിക്കുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇന്നലെ ഞാനത് മുഴുവൻ കേട്ടു. കിരൺ റിജിജുവിൻ്റെ അവതരണമൊക്കെ കേട്ടു. വളരെ ഭംഗിയായിരിക്കുന്നു. സത്യത്തിൽ ഞാൻ പറയുന്നത്, ഞാനൊരു 3 വർഷമായി നിങ്ങളോട് തന്നെയാണ്, ഷെക്കിന 3 മാസമായി ഷെക്കിന TV-യോട് തന്നെയാണെന്ന് പറഞ്ഞത്. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതി അതുപോലെ തന്നെ നടപ്പിലാക്കണമെന്ന് ഇവിടെ ഒരാളും പറയുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി കൊണ്ടുവന്ന ഭേദഗതിയെ തള്ളിപ്പറയാൻ നിങ്ങളുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കൂ. നിങ്ങൾ നിയമങ്ങൾ പഠിച്ച് തികച്ചും ന്യായമാണ്. കാരണം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ബില്ലിൽ ഇന്ന വിഷയങ്ങളുണ്ട്. അതിനകത്ത് ഇതുകൂടിയാണെങ്കിൽ, അതല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നാൽ കൊള്ളാമായിരുന്നു. ബദൽ പരിപാടി. ആ നിയമത്തിൽ പ്രശ്നമുള്ളത് തിരിച്ചറിഞ്ഞ് ആ നിയമം തിരുത്തണമെന്ന് നിങ്ങൾ പറയും. ബദൽ രേഖ, ഭേദഗതിയുടെ ബദൽ രേഖ അവതരിപ്പിക്കാൻ ഇവിടുത്തെ UDF-ഉം ഇവിടുത്തെ LDF-ഉം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ ഇവരുടേത് ആത്മാർത്ഥതയില്ലാത്ത ഏർപ്പാടാണ് എന്ന് വ്യക്തം. 2, വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക എന്നുള്ള ഒറ്റ നിലപാടാണ് ഈ 2 കൂട്ടർക്കും ഉള്ളത്.
എന്നതും വ്യക്തം. അല്ല, ഭാവിയിൽ ഇവർക്കും അത് ബാധിക്കില്ല അങ്ങനെയാണെങ്കിൽ? എന്താ സംശയം? ഈ പറയുന്ന ഇവരുടെ ആസ്ഥാന മന്ദിരങ്ങൾ പോലും വഖഫ് ക്ലെയിമിൽ വരാം. അപ്പോൾ സന്തോഷത്തോടെ ഇറങ്ങണമെന്നേ ഉള്ളൂ. അല്ല, ഇപ്പൊ കേന്ദ്ര സർക്കാരിൽ ഇതുപോലെ ബില്ല് വരുന്നു, ആ ബില്ലിന് അമെൻമെന്റ് വരാൻ പോകുന്നു, അതിൽ വിശ്വാസം? എനിക്ക് അമെൻമെന്റ് പാസ്സാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്, ആശങ്കയുണ്ട്. ഏതായാലും ഈ JPCക്ക് വിട്ടതും ഇത്രയധികം ചർച്ചകൾ നടന്നതും ഒക്കെ നന്നായി. പക്ഷെ എന്നിട്ട് പോലും പാർലമെന്റിൽ അത് അവതരിപ്പിക്കുന്നത് താമസിപ്പിക്കണം എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ സ്പീക്കറോട് ആവശ്യപ്പെട്ടത്. എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത അസ്വസ്ഥതയാണ് തോന്നിയത്. ഇത്രയും നാള് ഇക്കാര്യത്തിൽ ഒരു അമെൻമെന്റും വരുത്തണ്ട എന്ന് പറഞ്ഞവർ ഇപ്പൊ പറയുകയാണ് അമെൻമെന്റിനുള്ള ആ അവതരണം താമസിപ്പിക്കണം. ഇതുവരെ പഠിക്കാൻ തയ്യാറായാത്തവർ ഇനിയും പഠിക്കാൻ തയ്യാറാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർക്ക് ആവശ്യം ഇത് ഈ പാർലമെന്ററി കമ്മിറ്റി ഈ പാർലമെന്റിൽ അവതരിപ്പിക്കാതെ നീട്ടണം. അടുത്തതിൽ അവർ വേറെ എന്തെങ്കിലും തട്ടാമുട്ടി ന്യായമായിട്ട് ഇങ്ങനെ ഇത് നീട്ടി കൊണ്ടുപോവുക. ഇപ്പോഴുള്ള ഈ അധിനിവേശ ശ്രമങ്ങൾക്കെല്ലാം കുട പിടിച്ചു കൊടുക്കുക. അതിനുവേണ്ടി തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ ഇങ്ങനൊരു കാര്യം പറയുന്നത്. അപ്പോൾ ഇത് പാസ്സാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. 2, ചർച്ചകൾ നടക്കട്ടെ, ഗൗരവമായ ചർച്ചകൾ നടക്കട്ടെ. അതിൽ നിന്ന് ഏറ്റവും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ശരിയത്ത് നിയമം പോകാത്ത പേഴ്സണൽ ലോ ഭരണഘടനയുടെ കീഴിൽ പാലിക്കാൻ കഴിയുന്ന ഒരു ഭേദഗതി വരട്ടെ. പേഴ്സണൽ ലോ ആണല്ലോ വിഷയം. മുസ്ലിങ്ങൾക്ക് വഖഫ് എന്ന് പറയുന്ന മതാചാരമുണ്ട്, നല്ല കാര്യം. അത് നടപ്പിലാക്കാനും അത് കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് മുത്തവല്ലി സംവിധാനം, അതുപോലെ വഖഫ് ബോർഡ് സംവിധാനം, ഇതൊക്കെ ഉണ്ട്, നല്ല കാര്യം. പക്ഷേ അതിനുവേണ്ടി ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരന്മാരുടെ സ്വാതന്ത്ര്യവും പൗരന്മാരുടെ തുല്യതയും പൗരന്മാരുടെ പ്രോപ്പർട്ടി റൈറ്റും അവകാശങ്ങളും ഭരണഘടനാ ചൈതന്യം ഒക്കെ അതിനു മുന്നിൽ ബലികഴിക്കണം എന്ന് പറയുന്ന വഖഫ് നിയമം അഥവാ ഭരണഘടനാ വിരുദ്ധമായ വഖഫ് നിയമം അത് തിരുത്തപ്പെടുക തന്നെ വേണം. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇവിടെ ശരിയത്ത് നിയമമല്ല നമ്മുടെ ഭരണഘടനയായി വരേണ്ടത്. അല്ല, ഈ മുനമ്പൻ ജനതയ്ക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കാം, അവർക്ക് അത് കൈവശം വെച്ച് ഉപയോഗിക്കാം, മറ്റ് വഖഫിന്റെ ഇടപെടൽ ഉണ്ടാവില്ല എന്നൊക്കെ ചില ഉറപ്പുകൾ മുഖ്യമന്ത്രി തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അച്ഛൻ? അങ്ങനെയുള്ള ഉറപ്പുകളുടെ പിന്നിൽ നിൽക്കുന്നത് എന്താണ്? വഖഫ് ഭൂമിയാണെന്നുള്ളതല്ലേ? അത് തന്നെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഞാൻ ചോദ്യം ചെയ്യുന്നത് മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന മുനമ്പംകാരുടെ ഈ ഉത്തമ ബോധ്യം തെളിവുകളോടെയുള്ള ഞാൻ ദീപികയിൽ അവസാനം എഴുതിയ ആർട്ടിക്കിള് മുനമ്പം വഖഫ് ഭൂമി അല്ല എന്നാണ്. അത് ഞാൻ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഇന്ത്യയിൽ നടന്നിട്ടുള്ള കോടതി വിധികളുടെ പിൻബലത്തോടെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ പൊതിഞ്ഞു പിടിക്കാനായിട്ടുള്ള സർക്കാരിന്റെ ശ്രമം എന്തിനാണ്? അപ്പോൾ ഞാൻ കാണുന്നത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഇന്നത്തെ ദീപിക പത്രത്തിലെ എഡിറ്റോറിയൽ വായിച്ചായിരുന്നു. സുന്ദരമായ എഡിറ്റോറിയൽ ഈ വിഷയത്തിലുണ്ട്. ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് സർക്കാർ തൽക്കാലം തടി തപ്പാനുള്ള പ്ലാനാണ്. ഇതങ്ങനെ നീണ്ടു പോകും. അതിനിടക്ക് പാർലമെന്റിൽ ആ നിയമം പാസ്സായിക്കോളും. അപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടല്ല ഈ മുനമ്പം വഖഫ് ഭൂമി അല്ലാതായി മാറിയത്, അതൊക്കെ ഈ നിയമം മാറ്റം കൊണ്ടാണ് എന്ന് പറഞ്ഞ് കൈ കഴുകാനുള്ള ഒരു സമയം തേടൽ. അത് മാത്രമാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചതിലൂടെ ചെയ്തിരിക്കുന്നത്. 3 മാസം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ പറഞ്ഞു, ജസ്റ്റിസ് തന്നെ പറഞ്ഞു 3 മാസം കൊണ്ടൊന്നും ഇത് നടക്കൂല എന്ന്. മാത്രമല്ല ഇതുവരെയുള്ള കമ്മീഷനുകളുടെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ച് നോക്കൂ. കാരണം ഇപ്പോ ഈ പ്രക്ഷുബ്ധരായിരിക്കുന്ന ജനത അവർക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെടും. അതിൽ വൈകാരികമായി പ്രതികരിക്കാൻ തയ്യാറായി പൊതുനിരത്തിൽ ഇറങ്ങിയിരിക്കുന്ന ജനങ്ങളെ ഒന്ന് സമാധാനത്തിലാക്കാനും കുറച്ച് സാവകാശം കിട്ടാനും തന്നെയുമല്ല അതുവഴി മതതീവ്രവാദികളെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി ഒരു കമ്മീഷനെ രൂപീകരിച്ച് തൽക്കാലം കണ്ണിൽ പൊടിയിടാനുള്ള മാർഗം. പക്ഷേ സമരക്കാർക്ക് അത് മനസ്സിലായി എന്നതാണ് ആകെയുള്ള ഏക സമാധാനം. നന്ദി.